വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവിയാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ ചിക്കൻ കൊണ്ടാട്ടം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ വെള്ളപ്പം, ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പോലും ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം, എങ്കിലേ നമ്മളെ കൊണ്ടാട്ടം നല്ല റെഡി ആയിട്ടുണ്ടാവുള്ളൂ. എല്ലോട് കൂടിയ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആദ്യം കുറച്ചൊരു പകുതി ചെറുനാരങ്ങ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മൈദയാണ്. മൈദയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് വേണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ പീസിലെല്ലാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. അതുപോലെ ഒരു 15 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, ശേഷം നോക്കാം. അതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചിക്കൻ പീസ് ഓരോന്നുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൊണ്ടാട്ടം മുളക് റെഡിയാക്കി വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണക്കമുളക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എരിവ് കൂടുതലാവും. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കൊണ്ടിട്ട് ഇപ്പോൾ ഉണക്കമുളക് എടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഒരു വലിയ സവാള ആണെങ്കിൽ സവാള, ചെറിയുള്ളി ആണെങ്കിൽ ഒരു 7-8 ചെറിയുള്ളി, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി. ഇത്രയും ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറുവശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എന്താ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നെടുക്കെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ കൊണ്ടാട്ടം മുളക് നേരത്തെ പറഞ്ഞ പോലെ. നമ്മുടെ ചിക്കൻ പീസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തീന്ന് മാറ്റാം.
നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഓയിലിലേക്ക് ഞാൻ നമ്മുടെ കൊണ്ടാട്ടമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചോറിനൊക്കെ ഫ്രൈ ചെയ്യില്ല, അതേപോലെ ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, അല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് കൊണ്ടാട്ടമുളകിന്റെ എണ്ണം നിശ്ചയിക്കാം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഞാനൊരു കണക്കൊന്നും പറയണില്ല. പറഞ്ഞ പോലെ ഉണക്കമുളക് ചേർക്കണ്ടെങ്കിൽ പിരിയമുളക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അത് നമ്മുടെ കറിയിലേക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് മൊത്തത്തിലിടാം. ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുക്കാണ് പോകുന്നത് ഫ്രൈ ചെയ്തിട്ട്. പിരിയമുളക് ഇടാണെങ്കിൽ അത് പൊടിച്ചെടുക്കണ്ട, അതങ്ങനെ തന്നെ കറിയിലേക്ക് ചേർക്കാം. കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇതായിട്ടുണ്ട്, നമുക്കിത് തീർന്ന് മാറ്റാം. ഇനി ഞാനത് ഓയിലിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂസും കൂടി ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാ നമ്മുടെ കാഷ്യൂസിന്റെ കളറ് മാറി. ഇതും ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി അത് ഓയിലിൽ തന്നെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോയയിൽ ഉപ്പുണ്ട്, പിന്നെ കൊണ്ടാട്ടമുളകിലും ധാരാളം ഉപ്പുണ്ടാവും. അപ്പോൾ അത് ലാസ്റ്റ് ഇപ്പം ഞാൻ ഇതിലേക്കൊന്നും ഉപ്പ് ചേർക്കണില്ല, കാര്യം കൊണ്ടാട്ടമുളകും ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർക്കണ്ടല്ലോ. അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അവസാനം ഉപ്പ് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാതെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കറിക്ക് ഉപ്പ് കൂടുതലായിപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ കൊണ്ടാട്ടമുളക് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സവാള എല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോ ഇതില് മുളക് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ കളറിന് വേണ്ടിയിട്ടും എരിവ് കുറവ് കിട്ടാനായിട്ടും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ അതിന് എരിവില്ലല്ലോ, എന്നാൽ നല്ല കളർ കിട്ടുകയും ചെയ്യും നമ്മുടെ കറിക്ക്. ഞാൻ വേറെ മുളക് പൊടി ഒന്നും ഇതിലിനി ചേർക്കുന്നില്ല. ഓരോരുത്തരുടെ എരിവിന്റെ ആ ഒരു ഇഷ്ടമൊക്കെ അനുസരിച്ച് ചില ആളുകൾക്ക് നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ഇവിടെ പിള്ളേർക്ക് കൊടുക്കുന്ന ആയതുകൊണ്ടാണ് ഇതൊന്നും ചേർക്കാതെ ഇരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അതിന് മൂത്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. മറ്റുള്ള പൊടികളെ അപേക്ഷിച്ച് അതിന് കുറച്ചുകൂടി സമയം എടുക്കും, അതിന്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര നേരം വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ് ചേർക്കാം. അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള കൊണ്ടാട്ടം മുളക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് എടുക്കുന്നവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ മതിയെങ്കിൽ ഈ രീതിയിൽ എടുക്കാം. അതല്ല ഇതിൽ കുറച്ചുകൂടി ഒന്നൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയിലാണ് ഈ ഒരു കറി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, നമ്മുടെ കറിക്ക് ഒരു പച്ച ചൊവയായിപ്പോൾ. ഞാൻ കുറച്ച് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആവാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആയിട്ട് എടുക്കുന്നവർക്ക് ആ ഒരു മെത്തേഡിൽ എടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 മിനിറ്റ് അതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയാം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക്